ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തുറക്കുന്ന ആളെ നഗരം കാണിക്കുന്ന പെട്ടി, അതായത് ടി ബുക്സ് ബോക്സുമായിട്ടാണ് ഗായ്സ്. നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം ഗായ്സ്. എന്താണ് ഈ ടി ബുക്ക് ബോക്സ്? നമുക്കറിയാം ഗായ്സ്, 2017 പുറത്തിറങ്ങിയ എസ്ര എന്ന ചലച്ചിത്രത്തിലൂടെയാണ് മലയാളികൾ ആദ്യമായി ഡി ബുക്കിനെ കുറിച്ച് അറിയുന്നത്. ജൂതമതവിശ്വാസപ്രകാരം ഗതി കിട്ടാത്ത ആത്മാക്കളെയാണ് ഡി ബുക്ക് എന്ന് വിളിക്കുന്നത്. അവയെ അടക്കം ചെയ്തിരിക്കുന്ന ബോക്സിനെ ഡി ബുക്ക് ബോക്സ് എന്നും വിളിക്കുന്നു. ആരെങ്കിലും ഒരിക്കൽ ഡി ബുക്ക് ബോക്സിൽ നിന്നും ആത്മാവിനെ സ്വതന്ത്രമാക്കി കഴിഞ്ഞാൽ ആത്മാവ് ആരുടെയെങ്കിലും ഒരു ശരീരത്തിൽ പ്രവേശിക്കുകയും ആത്മാവിന് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആ ശരീരത്തിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുകയും തൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ആ ശരീരം വിട്ട് പുറത്തു പോകുന്നു എന്നാണ് വിശ്വാസം. 16-ാം നൂറ്റാണ്ടിലാണ് ദി ബുക്ക് എന്ന വാക്ക് കഥകളിലൂടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ ഡി ബുക്ക് കഥകൾ പ്രചാരത്തിലുണ്ടെങ്കിലും 2012 മുതലാണ് ഡി ബുക്ക് ബോക്സ് എന്ന പേര് കൃത്യമായി പ്രശസ്തമാക്കാൻ തുടങ്ങിയത്. അതിന് കാരണമായത് അമേരിക്കക്കാരനായ കെവിൻ മാനീസ് എന്ന പുരാവസ്തു വ്യാപാരിയായിരുന്നു. പുരാവസ്തു കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ പഴക്കം ചെന്ന സാധനങ്ങൾ ലേലം വിളിച്ച് വാങ്ങുന്നത് കെവിൻ്റെ ശീലമായിരുന്നു. അങ്ങനെ 2003 കച്ചവടത്തിൻ്റെ ഭാഗമായി കുറച്ച് വസ്തുക്കൾ ലേലം വിളിച്ച് വാങ്ങുകയുണ്ടായി. അതിലൊന്നായിരുന്നു ഒരു വീഞ്ഞ് പെട്ടി. ആ വസ്തുവിൻ്റെ വ്യത്യസ്തതയും പുരാവസ്തു മൂല്യവും ആയിരുന്നു അദ്ദേഹത്തെ അതിലേക്ക് ആകർഷിച്ചത്. കെവിൻ്റെ കയ്യിലെത്തുന്നതിന് മുമ്പ് ആ പെട്ടിയിലുണ്ടായിരുന്നത് ഹിറ്റ്ലറുടെ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട് സ്പെയിനിൽ കുടിയേറിയ പോളണ്ടുകാരിയായ ഹവേല എന്ന സ്ത്രീയുടെ കയ്യിലായിരുന്നു അത്. അവരുടെ മരണശേഷം പേരക്കുട്ടികളിൽ നിന്നായിരുന്നു ഈ ബോക്സ് കെവിന് ലഭിച്ചിരുന്നത്. അതൊരു പാരമ്പര്യ സ്വത്താണെന്നറിഞ്ഞപ്പോൾ ഹവേലയുടെ പേരക്കുട്ടിക്ക് തന്നെ ആ ബോക്സ് തിരിച്ചു നൽകാൻ കെവിൻ തയ്യാറായിരുന്നു. എന്നാൽ അത് സ്വീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അതിന് കാരണമായി അവർ പറഞ്ഞത്, മുത്തശ്ശി സ്പെയിനിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഡി ബുക്ക് ബോക്സ് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊരു ഡി ബുക്ക് വസിക്കുന്നതിനാലാണ് അവരത് ഒരിക്കൽ പോലും തുറക്കാൻ തയ്യാറാകാഞ്ഞത്. അവരുടെ വാക്കുകൾ കെവിനിൽ വലിയ ഞെട്ടൽ ഉളവാക്കിയെങ്കിലും ആ ബോക്സ് തൻ്റെ കൈവശം വയ്ക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ കെവിൻ ആ ബോക്സ് തുറന്നു. അതിനുള്ളിൽ 1920കളിലെ കുറേ നാണയങ്ങളും മുടിക്കെട്ടുകളും സ്വർണ്ണപാനപാത്രങ്ങളും നീരാളിയുടെ കാലുപോലുള്ള മെഴുകുതിരി സ്റ്റാൻഡും ഷാലോം എന്ന് ഹീബ്രു ഭാഷയിൽ ആലേഖനം ചെയ്ത പ്രതിമയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഡി ബുക്ക് ബോക്സ് തുറന്നപ്പോൾ ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ വിചിത്രമായ പല സംഭവങ്ങളുമാണ് കെവിനെ കാത്തിരുന്നത്. എന്നാൽ ആ ബോക്സ് തുറന്ന കാരണമാണ് ഇത്തരം സംഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് കെവിൻ വിശ്വസിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഈ ബോക്സ് കെവിൻ അമ്മയ്ക്ക് നൽകാൻ തീരുമാനിച്ചു. മകൻ നൽകിയ സമ്മാനം അമ്മയും സന്തോഷത്തോടെ സ്വീകരിച്ചു. 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പക്ഷാഘാതം പിടിപെട്ട് അമ്മയും കിടപ്പിലായി. നിരന്തരമായ ദുസ്വപ്നങ്ങൾ കൊണ്ടും പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ കൊണ്ടും അവസാനം കെവിനും തോന്നി തുടങ്ങി എല്ലാം ആ ഡി ബുക്ക് ബോക്സ് തുറന്ന കാരണമാണ് സംഭവിക്കുന്നതെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഡി ബുക്ക് ബോക്സ് വിൽക്കാൻ തീരുമാനിച്ചു. പരസ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അദ്ദേഹം ഒരു കാര്യം എഴുതി, ഇതൊരു ഡി ബുക്ക് ബോക്സാണ്, ഗതി കിട്ടാത്തൊരാത്മാവിനെ അടച്ചു വെച്ചൊരു പെട്ടിയാണിത്. എന്നിരുന്നാൽ പോലും വലിയ തുകയ്ക്ക് തന്നെയായിരുന്നു ഈ പെട്ടി വിറ്റുപോയത്. എന്നാൽ കയ്യിലെത്തുന്ന ഓരോ വ്യക്തികൾക്കും ദുരനുഭവം മാത്രമായിരുന്നു ഡി ബുക്ക് ബോക്സ് സമ്മാനിച്ചിരുന്നത്. ആ പെട്ടി കയ്യിൽ വെച്ചിരുന്നവർക്കെല്ലാം രാത്രികാലങ്ങളിൽ പൂച്ചമൂത്രത്തിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും ഇടകലർന്ന രൂക്ഷമായ ഗന്ധം അനുഭവപ്പെടാറുണ്ടായിരുന്നു. മാത്രമല്ല അവരെല്ലാവരും ഒരു വയസ്സായ സ്ത്രീയെ സ്വപ്നത്തിൽ നിരന്തരം കാണാറുണ്ടായിരുന്നു. അവസാനമായി ഈ ഡി ബുക്ക് ബോക്സ് കൈവശം വെച്ച യൂസഫിൻ്റെ വീട്ടിലെ ബൾബുകൾ അകാരണമായി പൊട്ടുകയും അദ്ദേഹത്തിൻ്റെ മുടി അനിയന്ത്രിതമായി കൊഴിയുകയും ചെയ്തു. ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് കേട്ടറിഞ്ഞ ജെയ്സൺ അസ്റ്റോൺ ഈ ബോക്സിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. പെട്ടിക്കുള്ളിൽ ഡി ബുക്കിനെ കീഴ്പ്പെടുത്തി അതിൻ്റെ എല്ലാവിധ ദുരൂഹതകളെയും അവസാനിപ്പിക്കുക എന്നതായിരുന്നു ജെയ്സന്റെ ലക്ഷ്യം. എന്നാൽ പെട്ടി കൈവശം വയ്ക്കാൻ ആരംഭിച്ചത് മുതൽ അദ്ദേഹവും
പലതരത്തിലുള്ള വിചിത്ര അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന് ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ നേരിടുകയും ചോര ചുമച്ച് തുപ്പാൻ തുടങ്ങുകയും പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ചിന്തയായിരുന്നു ജെയ്സന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജൂത പുരോഹിതന്മാരുടെ സഹായത്തോടെ വിധിപ്രകാരം തന്നെ അദ്ദേഹം ഈ ഡി ബുക്ക് ബോക്സിൽ സീൽ ചെയ്തു. അതോടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു. ഇന്നും അദ്ദേഹത്തിന് മാത്രം അറിയുന്ന ഏതോ ഒരു സ്ഥലത്ത് ആ ഡി ബുക്ക് ബോക്സ് സീൽ ചെയ്ത നിലയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്. താങ്ക് യു.